ഹായ്, എല്ലാവർക്കും നമസ്കാരം. അന്തരിച്ച കലാകാരൻ സുധിയുടെ ഭാര്യ രേണു സുധീനെ കുറിച്ച് കുറേ അധികം നെഗറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, സുധി മരിച്ച ശേഷം അവരെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നിട്ട് വരികയും അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കുകയും കുറച്ച് സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. പക്ഷേ ഒരാളെ എല്ലാവർക്കും എല്ലാ കാലത്തും സംരക്ഷിക്കാൻ കഴിയില്ല, അല്ലേ? അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിതം തിരഞ്ഞെടുത്തേ മതിയാവുള്ളൂ, ഒരു വരുമാന മാർഗം തിരഞ്ഞെടുത്തേ മതിയാവുള്ളൂ. കുറേ കാലം ലക്ഷ്മി നക്ഷത്ര ആ കുടുംബത്തെ സഹായിച്ചിരുന്നു. കാരണം രേണു സുധിക്ക് വേറെ ജോലിയോ വരുമാനമോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ഫ്രണ്ട് എന്ന കടമ നിർവഹിക്കുക എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി നക്ഷത്രം മുന്നോട്ട് പോയത്. പക്ഷേ അതിന് ലക്ഷ്മി നക്ഷത്രം ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. കാരണം തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരുപാട് പേര് വിമർശിച്ചു. ഈ വിമർശിക്കുന്നവരാരും തന്നെ അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് എന്താണ് വരുമാനം എന്ന് ആരും അന്വേഷിച്ചില്ല. ഈ വിമർശനം മാത്രം ഉന്നയിക്കലുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം രേണു സുധി ഒരു തീരുമാനത്തിലെത്തിയത് തൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് മുന്നോട്ട് പോവുക, തനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലി ചെയ്ത് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുക എന്ന് തീരുമാനിച്ചത്. കാരണം സുധി മരിച്ചു എന്ന് കരുതിയിട്ട് ആ അമ്മയ്ക്കും മക്കൾക്കും ജീവൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ സുധി മരിച്ചു എന്നും പറഞ്ഞ് ഏത് നേരം കരഞ്ഞ് അകത്തിരുന്നാൽ അവരെ വയറെന്നറിയില്ല. രണ്ട് മക്കളുടെ വയറെന്നറിയണം, അവരെ പഠിപ്പും കാര്യങ്ങളും ഒക്കെ നോക്കണം. ആരും കൊണ്ടു കൊടുക്കാനൊന്നുമില്ല. അവരധ്വാനിച്ചാൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകൾ തന്നെ പറയും കൈക്കും കാലിനൊന്നും ഒരു കുഴപ്പമില്ല, അധ്വാനിച്ച് ജീവിച്ചുകൂടേത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൊഴിലിലേക്ക് അവർ വന്നു. കൊളാബ് വർക്കുകളും യൂട്യൂബ് ചാനലും റീൽസും കാര്യങ്ങളും അതുപോലെ നാടകമൊക്കെ ആയിട്ട് അവരവരുടെ ജീവിതമാർഗം കണ്ടെത്തി. പക്ഷെ അതിനെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. വസ്ത്രത്തിൻ്റെ പേരിലും ഫോട്ടോഷൂട്ടുകളുടെ പേരിലും അഭിനയത്തിൻ്റെ പേരിലും ഒക്കെ അവർ വിമർശിക്കപ്പെട്ടു. ഈ അടുത്ത വിഷു ഫോട്ടോഷൂട്ടിന് അവരെ വയറ് കാണിച്ചുകൊണ്ടൊരു ഫോട്ടോ ഇട്ടു എന്ന് പറഞ്ഞ ഒരുപാട് വിമർശനങ്ങൾ അവർക്ക് നേരെ വന്നു. എത്രയോ പേര്, എത്രയോ സെലിബ്രിറ്റികളായിട്ടുള്ള ആൾക്കാർ ദിവസവും ഫോട്ടോഷൂട്ടുകൾ പല രീതിയിൽ വസ്ത്രം ഇല്ലാതെയും ഉണ്ടായിട്ടും പകുതി വസ്ത്രമായിട്ടും അർദ്ധനഗ്നരായിട്ടും ഒക്കെ ഫോട്ടോഷൂട്ട് നിരന്തരം ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഇപ്പോൾ ഒരു കല്യാണം വന്നാൽ ആ സേവ് ദ ഡേറ്റ് പോലും വളരെ വൾഗറായ രീതിയിലാണ് ഷൂട്ട് ചെയ്ത് പുറത്ത് വിടുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹം ഒരു ദേഹമൊന്നും അധികമൊന്നും ഇല്ലാത്ത ഒരു സാധാരണ രീതിയിൽ ഒരു മെലിഞ്ഞുണങ്ങിയ പെൺകുട്ടി ഒരു വയറ് കാണിച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം സദാചാരം പറയേണ്ട കാര്യം എന്തായിരുന്നു ചിന്തിക്കാൻ കൂടി കഴിയില്ല. കാരണം അവരെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഉദ്ദേശമായിരിക്കും ഇത്തരക്കാർക്ക് ഉണ്ടാവുന്നത്. അല്ലാതെ ആ പെൺകുട്ടി വയറ് കാണിച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതുകൊണ്ട് അത് അവളുടെ തൊഴിലാണ്. അവർ കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട്, ആരാണോ ആ ഡ്രസ്സ് കൊടുത്ത് ആ ഡ്രസ്സ് ഇട്ടിട്ട് അവൾ ഫോട്ടോഷൂട്ട് ചെയ്യുക എന്നുള്ളത് അവൾ തൊഴിലിൻ്റെ ഭാഗമാണ്. അല്ലാതെ എനിക്ക് ഇന്ന വസ്ത്രം ഇട്ടിട്ടേ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യുന്ന വേറെ ആളെ വെച്ച് ചെയ്തോളാം എന്ന് അവർ പറയും. ആ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂട്ടിന് സമ്മതിക്കുന്ന ആളെ വെച്ച് ചെയ്തോളാം. ഇഷ്ടംപോലെ പെൺകുട്ടികൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അന്നം മുട്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ ആ പെൺകുട്ടി ആ പാവാടയും ബ്ലൗസും ഇട്ട് ഫോട്ടോഷൂട്ട് ചെയ്തു. അതിനെയാണ് ഇത്രയധികം ആളുകൾ വിമർശിച്ചത്. അതൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ സുധി മരിച്ച ശേഷം സുധിയുടെ വേർപ്പും ചോരയൊക്കെ പറ്റിയ ഒരു ഷർട്ട് ലക്ഷ്മി നക്ഷത്രം ഏൽപ്പിച്ചിട്ട് അതുപോലെ ഗന്ധമുള്ള ഒരു സ്പ്രേ ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി തരണേ, എനിക്ക് സന്തോഷം തരുമെന്ന് സുധി പറയുകയും ലക്ഷ്മി നക്ഷത്രം അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിയർപ്പിൻ്റെയും ചോരയുടെയും ഒക്കെ ഒരു ഗന്ധമുള്ള ഒരു സ്പ്രേ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. കാരണം അവരുടെ ഭർത്താവിൻ്റെ ഓർമ്മ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ചിന്തയിലാണ് അവരത് അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറഞ്ഞത്. അന്ന് പല ആളുകളും ഇതിനെ വളരെയധികം പോസിറ്റീവായിട്ടാണ് എടുത്തത്. കാരണം പല ആളുകളും മരിച്ച ആളുകളുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു സംഭവം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. അത് അറിയാത്തവർക്കൊക്കെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ് അറിയിച്ചു കൊടുത്തത് നന്നായി. പലരുടെയും ഗന്ധം നമ്മുടെ വീട്ടിൽ തങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാമല്ലോ എന്നുള്ളൊരു സാധ്യത കൂടി പലരുടെയും മുന്നിലേക്ക് തുറന്നിട്ടു. അന്ന് ഒരുപാട് പേര് ഈ രേണു സുധീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഇൻ്റർവ്യൂവിനിടയിൽ ഈ സ്പ്രേയെക്കുറിച്ച് ചോദിക്കുകയും അവരോട് പറയുകയാണ്, ആ സ്പ്രേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണം നിങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റില്ല, അത്രയധികം രൂക്ഷമായിട്ടുള്ളൊരു മണമാണ്, വേർപ്പും ചോരയൊക്കെ കലർന്നൊരു ഗന്ധമാണ്, അതങ്ങനെ അടിച്ചോണ്ട് നടക്കാനൊന്നും പറ്റില്ല, അത്രയും നാറ്റമാണ് അതിന് എന്ന് പറയുന്നുണ്ട്. അതിനെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പോൾ ആ സ്ത്രീയെ വിമർശിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. അവർ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം വിയർപ്പിൻ്റെ ഗന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരമാണോ എന്ന് ആരെങ്കിലും പറയുമോ?
ഒരിക്കലും പറയില്ല എല്ലാവരുടെ വിയർപ്പിൻ്റെ ഗന്ധവും നാറ്റം തന്നെയാണ്. വിയർത്താൽ അത് നാറ്റം എന്നാണ് പറയുകയാണ്, അല്ലാണ്ട് സുഗന്ധം എന്ന് ആരും പറയില്ല. അപ്പോൾ വിയർപ്പിൻ്റെ ഗന്ധമുള്ള സ്പ്രേ എന്ന് പറയുമ്പോൾ അതൊരു തരം വൃത്തികെട്ട മണം, അതിൻ്റെ കൂടുതൽ ചോരയുടെ മണവും കൂടി ചേരുമ്പോൾ ഒരു വൃത്തികെട്ട ഗന്ധം തന്നെയായിരിക്കും. പക്ഷേ അത് അവരുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ അവർക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത് ഉണ്ടാക്കിയെടുപ്പിച്ചത് അല്ലേ. അവരുടെ ഓർമ്മയിൽ അത് ഉണ്ടാവണം, എന്നെങ്കിലും ഒരു കാലത്ത് അയാളെ മിസ് ചെയ്യുന്നൊരു തോന്നൽ വരുമ്പോൾ ആ ഒരു ഗന്ധത്തിലൂടെ അയാളെ തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ ആയിരിക്കും അവർ ചെയ്തത്. അല്ലാണ്ട് ഈ സ്പ്രേ ദേഹത്ത് വാരിപ്പൂശി ദിവസം ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ടല്ല അവരത് ചെയ്തത്. പക്ഷേ ഈ വീഡിയോ ചെയ്ത് അവരെ വിമർശിക്കുന്നവർ പറയുന്നത് കേട്ടാൽ തോന്നും ഈ സ്പ്രേ അവരുണ്ടാക്കിയത് ഇതുപോലെ കുറേ എണ്ണ ഉണ്ടാക്കിയിട്ട് ദിവസവും ദേഹത്ത് അങ്ങോട്ട് വാരി പൂശിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. അവരവരുടെ ഓർമ്മ, ആ ഗന്ധം അവരിൽ നിന്ന് മാഞ്ഞു പോകരുത്. അദ്ദേഹത്തിൻ്റെ ആ മണം, കുറേ നാൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ ഓർമ്മകളും അവരുടെ മണവും അവരുടെ ആ സാമീപ്യമൊക്കെ നമുക്ക് അകന്നകന്ന് പോകും അല്ലേ. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ആ ഗന്ധം എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് അവരത് ഉണ്ടാക്കിയത്. അത് അവരുടെ വീട്ടിലവർ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് ആവശ്യം എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളെ മിസ് ചെയ്യുന്നു തോന്നുന്ന സമയത്ത് അവർക്ക് മാത്രം യൂസ് ചെയ്യാൻ ഉള്ളൊരു സംഭവമാണ്. അല്ലാതെ അത് അടിച്ച് മറ്റുള്ളവരെ നാറ്റിച്ച് മറ്റുള്ളവരിലേക്ക് വെറുപ്പിച്ച് ഓടിക്കാനുള്ള സംഭവമല്ല. അപ്പോൾ ഈ വിമർശിക്കുന്നവർക്കൊന്ന് ചിന്തിക്കാം, വിയർപ്പിൻ്റെയും ചോരയുടെയും ഗന്ധമുള്ള സ്പ്രേ എന്ന് പറയുമ്പോൾ അതിന് നാറ്റം തന്നെയാണ്. അതവർ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അത് അന്ന് പറഞ്ഞില്ല, ഇന്നിപ്പോൾ അവർക്കത് നാറ്റമായി, അന്ന് സുഗന്ധമായി. അന്ന് അവർ സുഗന്ധം എന്ന് പറഞ്ഞിട്ടില്ല, അന്ന് അവർക്കത് വേണം, ഓർമ്മയ്ക്ക് ആ ഗന്ധം വേണമെന്നേ പറഞ്ഞു. അത് സുഗന്ധം എന്നല്ല ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഒരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് സുഗന്ധമായിരിക്കും, മറ്റുള്ളവർക്കത് സഹിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിനെയും വിമർശനമായിട്ട് കൊണ്ടുവന്ന് അവരെ എടുത്തിട്ട് അലക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ മുന്നോട്ട് വരികയാണ്, പാടുപെടുകയാണ്. എന്നിട്ട് അതിനെ നശിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള ഒരു വാശിയിൽ കുറേയധികം ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുക. നമ്മളൊരാളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഇപ്പം ഈ അടുത്ത് അവർ റോഡിൽ വെച്ചൊരു റീൽസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്നും പറഞ്ഞാൽ ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട്. ശരിയാണ്, അവർ ചെയ്ത കാര്യം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. കാരണം തിരക്കുള്ള ഒരു റോഡിൽ വെച്ച് റീൽസ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല. കാരണം ഒരുപാട് പേര് പല ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ എമർജൻസി ആയിട്ട് പോകുന്ന ആളുകളുണ്ടാവും. ആ സമയത്താണ് ഈ നടു റോഡിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ച് ആ ഗതാഗതം തടസ്സപ്പെടുത്തുന്നത്. അപ്പം അതിനെ വിമർശിക്കുന്ന ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ അപ്പോഴും അതിനൊരു മറുവശമുണ്ട്. ഇവർ മാത്രമല്ല ഇത്തരത്തിലുള്ള കോപ്രാട്ടിത്തരങ്ങൾ കാണിക്കുന്നത് അല്ലേ. ഒരുപാട് പേര് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ നടു റോഡിൽ വാഹനങ്ങൾ വെച്ച് കസർത്ത് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആംബുലൻസിൻ്റെ മുൻപിൽ വണ്ടി സൈഡ് കൊടുക്കാതെ കസരത്ത് കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. റീൽസ് ഷൂട്ട് ചെയ്യുന്ന പൊതുനിരത്തുകളിലും ആളുകൾ സഞ്ചരിക്കുന്ന സ്ഥലത്തും അവർക്ക് സഞ്ചാര തടസ്സം ഉണ്ടാക്കിയിട്ടും പല രീതിയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടും റീൽസ് ചിത്രീകരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു രേണുസുതിയോ ദാസേട്ടൻ കോഴിക്കോടോ ഒന്നും ആയിരിക്കില്ല ഇത് ചെയ്തത്. നട റോഡിൽ ചിത്രീകരിച്ച് എത്രയോ റീൽസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ബാക്കിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് എന്നുള്ളത് കണ്ടതുകൊണ്ടായിരിക്കണം ഇത്രയധികം വിമർശനം വന്നത്. ചെയ്യാൻ പാടില്ല, കാരണം ഒരാളുടെ ജീവൻ ചിലപ്പോൾ ആ വരുന്ന വണ്ടികളിൽ ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പോകുന്നത്. അത് തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനൊക്കെ വിമർശനം ഉന്നയിക്കാം, ശരിയാണ്, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. പക്ഷേ ലോകത്ത് ആദ്യമായിട്ട് ഇവരാണിത് ചെയ്തത് എന്ന തരത്തിൽ ഇത്രയധികം കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും വരുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ചെറിയൊരു പെൺകുട്ടിയാണ്, അതിന് ജീവിതം ഒരുപാട് കിടക്കുന്നുണ്ട്. അത് അതിൻ്റെ ഭർത്താവിൻ്റെ പേരല്ലാതെ പിന്നെ ആരുടെ പേര് പറഞ്ഞ് ജീവിക്കണം? ഒന്നാലോചിച്ച് നോക്കൂ. സുധി എന്ന് പറയാനുള്ള അർഹതയില്ല, സുധിയുടെ പേര് ചീത്തയാക്കുകയാണ്. ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ പേര് യൂസ് ചെയ്യാനുള്ള അധികാരം എല്ലാ തരത്തിലും ഉണ്ട്. അത് വേറെ ആൾക്കുമില്ല. അവരുടെ ഭർത്താവിൻ്റെ പേര് അവർക്കല്ലാതെ വേറെ ആർക്കാണ് ഉപയോഗിക്കാൻ കഴിയുക? ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. ആ മക്കൾക്കും അവർക്കും മാത്രമാണ് ആ പേരിനുള്ള അധികാരം അല്ലേ. രേണു സുധി എന്ന് പറയാനുള്ള അധികാരം, അല്ലെങ്കിൽ മക്കളുടെ പേരിനോട് സുധീന്ന് ചേർത്ത് പറയാനുള്ള അധികാരം ആ അമ്മയ്ക്കും മക്കൾക്കും മാത്രമാണ്. ആ അമ്മയും മക്കളും എങ്ങനെയെങ്കിലും അവരുടെ ജോലി ചെയ്തിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അതിന് ഇത്രയധികം പരിഹാസവും വിമർശനവും വേണ്ട. അതുപോലെ തന്നെ അവരൊരു ഡ്രസ്സിട്ട് പോയി കഴിഞ്ഞാൽ മുൻവശത്തേക്ക് വളരെയധികം ക്യാമറ സൂം ചെയ്ത് കൊണ്ടുപോയി കാണിക്കുന്ന പല വീഡിയോസിലും ഞാൻ കണ്ടു. അവരുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വളരെ സൂം ചെയ്ത് ക്ലീവേജ് കാണുന്ന രീതിയിൽ സൂം ചെയ്ത് പോകുന്നത്. ക്ലീവേജിൻ്റെ അവിടേക്ക് മാത്രമായിട്ട് സൂം ചെയ്യാണ്. എന്നിട്ട് ആ സൂം ചെയ്യുന്നതിന് കുറ്റമില്ല. ഒരു ലേഡിയെ എങ്ങനെ ഫോട്ടോ എടുക്കണം, എങ്ങനെ വീഡിയോ എടുക്കണം എന്ന് അറിയാതെ ആ ഭാഗം മാത്രം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ച് സൂം ചെയ്ത് കാണിച്ചിട്ട് ആ സൂം ചെയ്യുന്നവന് കുറ്റമില്ല. എന്നിട്ട് ആ പെൺകുട്ടി അവർക്ക് ആരൊക്കെയോ കൊടുക്കുന്ന വസ്ത്രങ്ങളാണ്.
അത് തയ്ച്ചിടുന്ന വസ്ത്രങ്ങൾ പറഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സാണ്. അത് പുറത്ത് പോകുമ്പോഴൊക്കെ ഷോളൊക്കെ മൂടിപ്പൊളിച്ച് അങ്ങനെയാണ് പോകാറില്ല. പക്ഷേ അതിന് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ അവർ കൊടുക്കുന്ന വസ്ത്രം ധരിച്ച് വേണം പോകാനല്ലേ. അതാണ് അവർ തമ്മിലുള്ള കരാറ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴുത്തിറക്കം കൂടിയ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇവർ കൊടുക്കുക. അത് ഇട്ടിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോലി അവിടെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ അതിനിടാൻ സങ്കോചമുണ്ട്. എന്നിട്ടും അത് മുടിയൊക്കെ പിടിച്ചിട്ടിട്ടിട്ടാണ് നിൽക്കുന്നത്. അതിന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ സൂം ചെയ്യുന്ന ആ പെൺകുട്ടിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടത് സൂം ചെയ്യുന്നതിനനുസരിച്ച് മുടി മുന്നോട്ട് പിടിച്ചിടുന്നുണ്ട് ഒരു അസ്വസ്ഥതയോട് കൂടിയിട്ട്. എന്നിട്ട് അതിനെ വിമർശിക്കുകയാണ്. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് മുടി പിടിച്ചിരുന്ന് വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്ത് വരുന്ന എത്ര സെലിബ്രിറ്റീസ് ഉണ്ട്. അവരൊന്നും ഒരു വിമർശനത്തിന് വിധേയരാവുന്നില്ല. ഒരു സാധു പെൺകുട്ടി ആരോ കൊടുത്തൊരു വസ്ത്രം ഇട്ടിട്ട് അത് വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ക്ലീവേജിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് കാണിക്കുന്ന അവനില്ല, അവന് കുറ്റമില്ല. അവനങ്ങനെ ചെയ്തത് തെറ്റാണെന്ന് ഒരാൾ പോലും പറയുന്നില്ല. എന്നിട്ട് ആ പെൺകുട്ടിക്കാണ് കുറ്റം എന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു സമൂഹമാണ് നമ്മുടേത്. അത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, എങ്ങനെയെങ്കിലും മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല, ഒരാളുടെ ജീവിതത്തിലേക്ക് കൈ കടത്തുന്നില്ല. ലക്ഷ്മി നക്ഷത്രം പറഞ്ഞുത്രേ അവരുടെ ജീവിതം. ആരും അങ്ങനെ തന്നെ പറയുള്ളൂ, ആരും അങ്ങനെ പറയാം. അവരുടെ ജീവിതം, അവരുടെ ലൈഫ്, അവരുടെ തീരുമാനങ്ങൾ ആരും അങ്ങനെ പറയുള്ളൂ. ബുദ്ധിയും ബോധമുള്ള ആരും അങ്ങനെ പറയുള്ളൂ. അല്ലാണ്ട് ലക്ഷ്മി നക്ഷത്രം അവരെ തള്ളി പറഞ്ഞതല്ല. അത് അവരുടെ ലൈഫാണ്. എന്ത് ചെയ്യണം, ചെയ്യേണ്ട, ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം ചോയ്സാണ്. ഈ കുറ്റം പറയുന്ന നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടി വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലവിനുകൊണ്ട് കൊടുക്കുമോ? കൊടുത്തിട്ട് നിങ്ങൾ വിമർശിക്കുക. ഞാൻ മാസം തോറും ഇത്ര തുക നിൻ്റെയും മക്കളുടെയും ചിലവിനായിട്ട് തരാം, നീ വീട്ടിലിരിക്കുകയെന്ന് പറയാം പെൺകുട്ടിയോട്. അവൾ ഇരുന്നോളൂ. കാരണം അവൾക്കത് മതി. ജീവിക്കാനുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ അവൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളൂ. അവളുടെ ഭർത്താവുള്ള സമയത്ത് അവൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ തന്നെ മക്കളെ നോക്കി ഇരുന്നവളാണ്. ഇപ്പോൾ ഭർത്താവില്ല സംരക്ഷിക്കാൻ. അവൾക്ക് സ്വയം ജീവിച്ചേ മതിയാവുള്ളൂ, ആ മക്കളെ ജീവിപ്പിച്ചേ മതിയാവുള്ളൂ. അത് മനസ്സിലാക്കൂ ദയവ് ചെയ്തിട്ട്. ഒരു സ്ത്രീക്ക് ഇങ്ങനൊരു അവസ്ഥ വരരുത്. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ വലിച്ചഴിച്ച് അവളുടെ ജീവിതം നാശമാക്കി തീർക്കരുത്. ദയവ് ചെയ്തിട്ട് ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഈ വിമർശിക്കുന്നവരോട് അത് മാത്രമേ പറയാനുള്ളൂ. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ആരെയും ശല്യപ്പെടുത്താൻ അവൾ വരുന്നില്ല. നിങ്ങൾ അവളെ കൂടുതൽ സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു മോശക്കാരിയായി ചിത്രീകരിക്കാതിരിക്കാൻ ശ്രമിക്കൂ. അത്രമാത്രമൊന്നുമില്ല, ഒരു ചെറിയ പെൺകുട്ടിയാണ്, ആകെ ഇത്തിരി ശരീരമുള്ളൊരു പെൺകുട്ടി. അതിനെ എങ്ങനെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ശരീരമൊക്കെ ഉള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് ഭർത്താവ് മരിച്ചാലും ഭർത്താവ് ഉപേക്ഷിച്ചാലും സ്ത്രീകൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഏറ്റവും വലിയ ഭയപ്പാട് ഈ സമൂഹം നൽകുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ വിമർശിക്കപ്പെടുന്നതുകൊണ്ടും വലിച്ചു കീറപ്പെടുന്നത് കൊണ്ടുമാണ് ഓരോ പെൺകുട്ടിയും ഡിവോഴ്സ് ചെയ്ത് വരാൻ മടി കാണിക്കുന്നത്. കാരണം ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള സാമൂഹ്യദ്രോഹികളെന്ന് പറയേണ്ടി വരും. ഈ സാമൂഹ്യദ്രോഹികൾ വലിച്ചു കീറും സമൂഹത്തിലിട്ടെന്ന് അറിയാവുന്നത് കൊണ്ട് അവരൊരു നല്ല ഡ്രസ്സ് ഇട്ടാൽ, നല്ല മേക്കപ്പ് ചെയ്താൽ, എവിടെയെങ്കിലും നല്ലൊരു ടൂറ് പോയാൽ, അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് സന്തോഷിച്ചാലൊക്കെ ഈ സമൂഹം വലിച്ചു കീറുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമ്പോഴോ തിരസ്കരിക്കപ്പെടുമ്പോഴോ ഒരു മുഴം കയറിൽ തൂങ്ങുന്നത്. അതൊന്ന് മനസ്സിലാക്കൂ ദയവ് ചെയ്തിട്ട്. അതിൻ്റെ ജീവിതം എല്ലാവരും കൂടി തല്ലിക്കെടുത്തരുത്. അതും മക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ലല്ലോ.